വൈകുന്നേരം ഉപ്പച്ചിൻ്റെ കടയിലെത്തിയപ്പോൾ ഉപ്പച്ചി ആ പേഴ്സിന് തന്ന് എന്നെ പറഞ്ഞയച്ചു, മോളൊരു സാധനം വാങ്ങാണ്ട് വേഗം പോയി വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും നേരെ നടന്ന് വാഴക്കാട് സ്കൂൾ കഴിഞ്ഞിട്ടാണ് ആ ഷോപ്പുള്ളത്. ഇതാണ് നമ്മുടെ സ്വന്തം വാഴക്കാട് സ്കൂൾ. എന്തായാലും ഒരുപാട് മെമ്മറീസ് ഉള്ള സ്കൂളാണിത്. ഇതാണ് ആ സാധനം, ഡ്രെയിൻ ക്ലീനർ. നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് പോക്കാനുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതാണിത്. ഈ ഹോട്ടലില്ലേ നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ, ഇവിടെ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. മന്തി, അതുപോലെ ബിരിയാണി, പൊറോട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറുകടികളൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ ഇന്ന് അത് പൂട്ടി കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും പൂട്ടിയിട്ടുണ്ട്. ആകെ പാറയിൽ, എടവണ്ണപ്പാറയിൽ 2-3 ഹോട്ടലേ ഉള്ളൂ. പിന്നെ നേരെ ഉപ്പച്ചിൻ്റെ കടയിലെത്തി. പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ച്, 2 ടേബിളേ ഉള്ളൂ ഉപ്പച്ചിൻ്റെ കടയിൽ. അത് നല്ല വൃത്തിക്ക് തുടച്ച് കൊടുത്തു. പിന്നെ ഞാൻ അടിച്ചാരി, വേഗം അടിച്ചാരണം. എന്താണെന്ന് വെച്ചാൽ അടുത്ത ആൾക്കാർ വരുന്നതിനേക്കാൾ മുമ്പായിട്ട് അടിച്ചാരി അവിടെ ഫിനിഷാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പച്ചി ചൂടാവും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വേഗം അടിച്ച് വാരി. പിന്നെ അടുത്ത പണി എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചായയും കടി കൊണ്ടു കൊടുക്കുക. ഓക്കെ, ഹോസ്പിറ്റലിൽ നമുക്ക് സ്ഥിരം അവിടുത്തെ സ്റ്റാഫും നഴ്സുമാരൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സാണ് എൻ്റെ ഉപ്പച്ചിൻ്റെ. എന്താണെന്ന് വെച്ചാൽ ഒരു ചായ ചോദിച്ചാൽ 1.25 ചായ കൊടുക്കും ഉപ്പച്ചി. ഇതാ കണ്ടില്ലേ, നല്ലൊരു മനുഷ്യല്ലേ. എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പച്ചിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് അവർക്ക് പട്ടിക്കുട്ടിക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതാ കണ്ടില്ലേ, റോഡിലൊരു സ്ക്രാച്ച് വീണത്. ഒരു നായ്ക്കുട്ടി ഒരു ബൈക്കിൻ്റെ മുന്നിലേക്ക് ചാടിയത്. ആ ചങ്ങായി സ്പോട്ടിൽ വീണ്, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല.